ഹായ് ഓൾ, ഒരിക്കൽ കൂടി ഇൻസ്പയർ ടെക്നിക്കൽ PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ തന്നെ ഇന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. കാരണം 42 തസ്തികകളിലാണ് ഇപ്പോൾ ഇന്നലെ നടന്ന PSC യോഗത്തിൽ വിജ്ഞാപനം ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ എന്തുണ്ട്, നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരുപാട് കാലമായിട്ട് കാത്തിരുന്ന ഒരു പരീക്ഷയാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പരീക്ഷ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ കഴിഞ്ഞ തവണത്തേക്ക് ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് AMA നോട്ടിഫിക്കേഷൻ വന്നാൽ വിത്തിൻ ഒരു 3 or 4 months തന്നെ ഈ എക്സാമിനേഷൻ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമ്മുടെ കോഴ്സ് ഒക്കെ തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ കുറെ കാലങ്ങളായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഓൾ സെക്ഷൻസ് ആസ് പെർ ഓൾഡ് സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പുതിയ സിലബസിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് എക്സ്ട്രാ ടോപ്പിക്സും ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് കൂടുതലായിട്ട് ഇനി റിവിഷൻ സെക്ഷനിലേക്ക് അല്ലെങ്കിൽ ഇന്ററാക്റ്റീവ് മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് കടക്കേണ്ടി വരും. അപ്പോൾ ഫ്രം നെക്സ്റ്റ് വീക്സ് തന്നെ നമ്മൾ ആ ഒരു രീതിയിലേക്ക് തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ കാത്തിരുന്നൊരു പരീക്ഷയായപ്പോൾ അതിന്റെ ഒരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ടാവുമെന്ന് അറിയാം. അപ്പൊ എനിവേ ഇനി ആരെങ്കിലും നമ്മുടെ കോഴ്സിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഡെമോ സെക്ഷൻസ് കാണാൻ താല്പര്യമുണ്ട് എന്നൊക്കെ ഉള്ളവർക്ക് ഈ 2 നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇൻസ്പയർ പ്ലസ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിന്റെ ഡെമോ സെക്ഷൻസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ എനിവേ ഇനി നമുക്ക് ഇനി ബാക്കൗട്ട് ചിന്തിക്കാനോ അല്ലെങ്കിൽ ഇനിയൊന്നും ആലോചിച്ചിരിക്കാനോ സമയമില്ല. പ്രിപ്പറേഷൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ ഒരു ജോലിയോട് എന്താ പറയാ നേടണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ഓൾറെഡി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കാണും. അപ്പൊ എനിവേ ഇനി നമുക്ക് എന്ത് ചെയ്യാനില്ല, ഡിലേ ചെയ്യാനില്ല. എല്ലാവരും അവിടെ റിവിഷൻ കൃത്യമായി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പഠിച്ചു തുടങ്ങുന്നവർ നിർബന്ധമായിട്ട് ഇനി എല്ലാ ദിവസവും ഒരു കൃത്യമായ സമയം പാലിച്ച് തന്നെ പഠിക്കാനും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നേരിട്ട് കാണാം എന്ന് വിശ്വസിക്കുന്നു. അതുവരേക്കും തൽക്കാലം ബൈ, ടേക്ക് കെയർ.